സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ കൈയൊക്കെ പൊള്ളി, മുത്തശ്ശി എനിക്കിനി അതിൽ മുക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞാൽ കരഞ്ഞു വിളിച്ചിട്ട് മാറി നിൽക്കുമായിരിക്കും. അന്നേരം തിരുമേനി പറയണേ, ആ കുട്ടിയെ കൊണ്ട് ഒരു തവണ കൂടി ഇതിൽ മുക്കിക്കൂ, എന്നാലേ പൂർത്തിയാകുള്ളൂ. അങ്ങനെ വർണ്ണൻ്റെ അധികം കൂടി പ്രിയങ്കനെ വീണ്ടും ബലമായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് ആ ചൂടുള്ള പായസത്തിലേക്ക് വീണ്ടും കൈമുക്കുവാണ്. അങ്ങനെ കൈയൊക്കെ ആകെ പൊള്ളി നാശമായിട്ട് പ്രിയങ്കയാണെങ്കിൽ അവിടെ കരഞ്ഞു വിളിച്ച് നിലത്തിരിക്കുവാണ് കേട്ടോ. അന്നേരം സുകുമാരി അവിടെ കിടന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഓ ഈ ദുഷ്ടന്മാരൊക്കെ കൂടി എൻ്റെ കൊച്ചിനെ കൊല്ല ചെയ്യുന്നേ എന്നും പറഞ്ഞ കരയുവാണ്. അന്നേരം തിരുമേനി പറയണേ, എന്താണെങ്കിലും കുട്ടിക്കിനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. മാറ്റമൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബുധനാഴ്ച ഒന്നുകൂടി വരാം. കുറച്ചും കൂടി കഠിനമായിട്ടുള്ള വ്രതങ്ങളും പൂജാകർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിലൂടെ നമുക്ക് പതിയെ പതിയെ മാറ്റിയെടുക്കാം. അങ്ങനെ പറഞ്ഞാൽ തിരുമേനി പോകുവാണ്. അന്നേരം ജയഭാരതി പറയണേ, കേട്ടല്ലോ തിരുമേനി പറഞ്ഞതൊക്കെ, രണ്ടുപേർക്കും എങ്ങനെയുണ്ടായി ഇവിടുത്തെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി ഇതുപോലെ പല പല സ്ഥലത്തും നമുക്ക് പോകാനുണ്ട്. ഞങ്ങളെ കുറേ വെള്ളം കുടിപ്പിച്ചതല്ലേ, ഇനി കുറച്ച് നാൾ മുത്തശ്ശിയും കൊച്ചുമോളും കുറച്ചൊന്ന് അനുഭവിക്കും. ഞങ്ങളിനി അതൊന്നും കണ്ട് ആസ്വദിക്കട്ടെ. അന്നേരം ജാതിക ചോദിക്കണേ, അല്ല മുത്തശ്ശി, നമുക്കിനിയേ ആ മുള്ളഞ്ചിരിപ്പ് കാലിലിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാലോ? അന്നേരം സുകുമാരി പറയണേ, അയ്യോ ഞാനിനി ഒരിടത്തേക്കും ഇല്ല. ഈ സമയം ജയഭാരത് പറയണേ, അതെ സുകുമാരി, നീ നിൻ്റെ കൊച്ചുമോളും ചേർന്ന് നടത്തിയ നാടകത്തിനെ കുറിച്ചുള്ള സത്യം അധികം വൈകാതെ തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ടി വരും, അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തി റൂമിലേക്ക് ആലോചനയ്ക്ക് സഹിക്കാനാവാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരിനെയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയുടെ കയ്യിലും ആകെ പൊള്ളിയിട്ട് പ്രിയങ്ക ഓയിൽമെൻറ്റും മറ്റും തേച്ച് വേദനയോടെ ഇരിക്കുന്നുണ്ട്. അന്നേരം സുകുമാരി പറയണേ, ഓ എൻ്റെ ശരീരം ആസകലം വേദനയാണ്, കാലൊന്നും അനക്കാനേ പറ്റുന്നില്ല. അമ്മ അതൊരു വെയിറ്റ് ആയിരുന്നില്ല ആ സാധനത്തിനൊക്കെ. അന്നേരം പ്രിയങ്ക പറയണേ, എൻ്റെ കൈയും ആകെ പൊള്ളി വേദനിച്ചിരിക്കുക, അതായിരുന്നെങ്കിൽ ഞാൻ മുത്തശ്ശിയുടെ കാലിൽ എന്നാലും തൈലോ മറ്റോ ഇട്ട് തടവി തന്നാനേ. അവരെന്നാലും നമുക്കിട്ട് തന്നത് വല്ലാത്ത പണിയായിപ്പോയി അല്ലേ മുത്തശ്ശി? മോളെ, അതൊന്നും കൊണ്ട് നമ്മൾ തളരാൻ പോകുന്നില്ല. ഇനിയും ഇവിടെ ഇങ്ങനെ ആട്ടും തുപ്പൊന്നും കൊണ്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ വരണിൻ്റെ മേലിൽ നീ അധികാരം സ്ഥാപിക്കണം. ഇന്ന് തന്നെ നടക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശി? അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ഒന്ന് നേരെ നിന്ന് കൃത്യമായിട്ടത് ചെയ്താൽ മാത്രം മതി. പിന്നീട് കാണിക്കുന്നത് ശ്യാമക്ക് ചൂടുവെള്ളമൊക്കെ ആയിട്ട് കൊള്ളുന്ന അമൃതനെയാണ്. അങ്ങനെ ശ്യാമ ആ വെള്ളം മേടിച്ചിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അന്നേരമായിരിക്കും രാധിക ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഇതേ മോളെ വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ശ്യാമ ഫോൺ എടുക്കണേ. ഹലോ മോളെ പറ. അന്നേരം രാധിക വയ്ക്കണേ, എന്തു പറ്റി? മാഡത്തിൻ്റെ അസുഖമൊക്കെ മാറിയോ? ഇപ്പം എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ. എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഫിദ മാഡവും അമൃത മാഡവും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. ശരിക്കും എന്തെങ്കിലും അസുഖമുണ്ടോ? അതിനോട് തുറന്നു പറയാം. അന്നേരം അമൃത മരുകിയിരിക്കുമായിരിക്കും. ഈ സമയം ശ്യാമ ഫോൺ സ്പീക്കറിലിടുക. ഇപ്പം മോൾക്ക് എൻ്റെ സംസാരം കേൾക്കുമ്പോൾ അസുഖമുള്ള പോലെ ഉണ്ടോ? രാവിലെ ചെറിയൊരു തളർച്ച ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ മാറി ഓക്കെ ആയിട്ടുണ്ട്. അല്ല അവിടെ കടമക്കളത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? അന്നേരം രാധിക പറയണേ, ഇവിടുത്തെ കാര്യങ്ങൾ എന്താ, എലിയും പൂച്ചയും ഇപ്പോഴും തുടരുന്നു. ആ എലികളെ എല്ലത്തിന്ന് ചുടുന്നത് വരെ ഇതുപോലെ ഓരോ കളികൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ. അന്നേരം ശ്യാമ ചോദിക്കണേ, അങ്ങനെ പെട്ടെന്ന് എല്ലാം ചുടിക്കാൻ പറ്റുന്ന എലികളല്ലല്ലോ അവിടെ വന്ന് കയറിയിരിക്കുന്നത്. അത് ശരിയാ, പക്ഷേ ഒന്നിനും പറ്റിയില്ലെങ്കിലുണ്ടല്ലോ ഞാനും വരണം ജയഭാരതി മുത്തശ്ശിയും ചേർന്നേ അവരിട്ടങ്ങ് പുകക്കും. അവസാനം നിൽക്ക് കളിയില്ലാതെ രണ്ടും കൂടി ഇറങ്ങി ഓടിക്കോളും. പിന്നെ ഫിദമ്മയുടെ മരുന്നൊക്കെ കഴിച്ചായിരുന്നോ? കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത ആലോചനയും ചിന്തയും ടെൻഷനും ഒന്നും വേണ്ട, മനസ്സിലായോ? മൈൻഡൊക്കെ അങ്ങ് ഫ്രീ ആയിട്ട് വിടണം. അന്നേരം അതൊക്കെ കേട്ടിട്ട് അമൃത ചോദിക്കണേ, അല്ല മോളി പറയുന്നതൊക്കെ കേട്ടാലേ അവിടെ നിൽക്കുന്നത് അമ്മയാണെന്ന് തോന്നുമല്ലോ. അന്നേരം രാധിക പറഞ്ഞേ, ചില സമയത്ത് ഞാൻ അമ്മയൊക്കെ ആകും. അല്ലെങ്കിൽ ഈ ഫിദ മാഡത്തിനുണ്ടല്ലോ ചില സമയത്ത് വല്ലാത്ത കുസൃതിയാണ്. അസുഖങ്ങളോടുള്ള കുസൃതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനെയൊക്കെ ഒന്ന് നിലക്ക് നിർത്തണമെങ്കിലേ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയാലല്ലേ പറ്റൂ. അല്ല ഫിദ മാഡം, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ചൂടോടെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം. ഒന്നും വേണ്ട. അങ്ങനെ മോൾക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമാണെങ്കിലേ ഇവിടെ വന്ന് ഉണ്ടാക്കിയാൽ മതി. ശരി, ഞാനെന്നാൽ സമയം കിട്ടുമ്പോൾ ഇറങ്ങാം. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ രാധിക ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ക്ഷമ പറയണേ, പാവം അവൾ നമ്മൾ എന്തൊളിപ്പിച്ച് വെച്ചാലും അത് കണ്ടുപിടിക്കും. പക്ഷേ ഏറ്റവും വലിയ രഹസ്യം ഇതുവരെ അവൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അന്നേരം അമൃത പറയണേ, ദൈവം കുറിച്ച് വെച്ചൊരു സമയമാവണ്ടേ, ആ സമയത്തിനടുത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അധികം വൈകാതെ എല്ലാം കവിഞ്ഞെറിയും. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക പമ്മി വർണ്ണിൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക നോക്കുമ്പോൾ കാണുന്നത് വരും കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കമായിരിക്കും. വേറെ ആരുമാണെങ്കിൽ റൂമിലും ഉണ്ടാകില്ല. അങ്ങനെ പ്രിയങ്ക
മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ റൂമിലേക്ക് കയറി ചെന്ന് വാതിലടച്ച് വരുണിൻ്റെ കൂടെ അങ്ങ് കിടക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അതിനായിട്ട് ഉറങ്ങിക്കിടക്കുന്ന വരുണിനരികി പോയി നിന്ന് വരുണിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി തുടങ്ങുമായിരിക്കും. ഈ സമയത്തായിരിക്കും ബാക്കിലൂടെ കർട്ടൻ്റെ ഇടയിൽ മറഞ്ഞു നിന്നിരുന്ന ജയഭാരതി അമ്മ പ്രിയങ്കയുടെ ബാക്കിലിട്ട് ചൂരലുകൊണ്ട് അടി കൊടുക്കുന്നത്. അന്നേരം പ്രിയങ്ക ഞെട്ടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാണ് കേട്ടോ. ഈ സമയം ആരെയും കാണുന്നില്ല. അന്നേരം പ്രിയങ്ക പറഞ്ഞേ ചിലപ്പോൾ തോന്നിയതായിരിക്കും. അങ്ങനെ പറഞ്ഞ് വീണ്ടും വരുണിൻ്റെ അരികിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ ജയഭാരതി അമ്മ മുമ്പിലേക്ക് വന്ന് പ്രിയങ്കേനെ തലങ്ങും വിലങ്ങും തെല്ലുക. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നീ എന്താടി ഇവിടെ? തലക്ക് സ്ഥിരതയില്ലെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാടി വരുണിൻ്റെ റൂമിൽ വന്നത്? വരുൺ എൻ്റെ ഭർത്താവല്ലേ? എൻ്റെ ഭർത്താവിൻ്റെ റൂമിലല്ലേ ഞാൻ കിടക്കേണ്ടത്? നിങ്ങൾ എന്തിനാ തള്ളേ ഈ റൂമിലേക്ക് വന്നത്? തള്ളയെന്നോ? നിന്നെ ഇന്ന് ഞാൻ വെച്ചക്കിലടി എന്നും പറഞ്ഞ് പ്രിയങ്കേനെ തലങ്ങും വിലങ്ങും പുറകെയിട്ട് ഇങ്ങനെ തല്ലുവാണ്. അന്നേരം ഒച്ചകേട്ട് വരുൺ എണീക്കുവാണ് കേട്ടോ. വരുൺ അങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുമായിരിക്കും. ഈ സമയം പ്രിയങ്ക വരുണിനെ കാണുന്നതും അലർക്കറിനെ ഇവരൊന്ന് പിടിച്ച് മാറ്റി വരുൺ, എന്നെ തല്ലല്ലേന്ന് പറ. എനിക്ക് വേദനിക്കുന്നു എന്നാ വരുണാണെങ്കിൽ അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം ജയഭാരതി മുത്തശ്ശിയാണെങ്കിൽ പ്രിയങ്കേനെ റൂമിൽ നിന്നും തല്ലി പുറത്തേക്ക് ഇറക്കുവാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കൊണ്ട് സുകുമാരിയമ്മയും പുറത്തേക്ക് ഇറങ്ങി വരുക. അതെ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എൻ്റെ കൊച്ചിനെ തല്ലല്ലേ എന്ന്. എന്നാൽ നീയും പിടിച്ചോടി തല്ലി എന്ന് പറഞ്ഞ് സുകുമാരിയുടെയും തലങ്ങും വിലങ്ങും തല്ലുവാണ്. പ്രിയങ്കയാണെങ്കിൽ അവിടെ നിലത്ത് തല്ലൊക്കെ കൊണ്ട് അവശയായിട്ട് കിടക്കുവാണ് കേട്ടോ. ഈ സമയം വരുണും സൂര്യയും കൽപ്പനയും രാധികയൊക്കെ അങ്ങോട്ടേക്ക് എത്തുവാണ്. അവരുടെ എല്ലാവരുടെയും മുമ്പിലിട്ട് തന്നെ പ്രിയങ്കേനെ സുകുമാരിനെ മാറി മാറി തല്ലുവാണ്ടോ ജയഭാരതി അമ്മ. അവരെ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നൊക്കെയുണ്ട്. ഈ സമയം ഉർവശിയും അതുപോലെ പരമേശ്വരനും പത്മിനിയും എല്ലാവരും എത്തുവാണ്. അങ്ങനെ അവരെല്ലാവരും ഈ കാഴ്ച കണ്ട് ഞെട്ടിലോട്ട് നിൽക്കുക. പരമേശ്വരൻ ചോദിക്കണേ, അമ്മേ എന്താ ഇതൊക്കെ? പരമേശ്വര, ഇവറ്റകളുടെ അഭിനയം ഇന്നത്തോടുകൂടി നിർത്തണം. ഞാനേ വരുണിൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഈ ബുദ്ധിക്ക് സ്ഥിരതയില്ലാന്ന് പറഞ്ഞ് നടക്കുന്ന ഇവളുണ്ടല്ലോ, ഇവള് വരുണിൻ്റെ കൂടെ കിടക്കാൻ തുടങ്ങുമായിരുന്നു. എല്ലാം ഇവളുകളുടെ മുത്തശ്ശിയും കൂടെ നടത്തുന്ന നാടകമാണ്. അത് ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചിരിക്കും. പറയടി, സത്യം പറയടി, നിനക്ക് തലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടി? ബുദ്ധിക്ക് നിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാം നിൻ്റെ അഭിനയമല്ലേ? അങ്ങനെ പറഞ്ഞ് വീണ്ടും വിട്ട് തല്ലുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക പറയണേ, എനിക്കൊന്നും ഓർമ്മയില്ലേടി നിനക്ക്? സത്യം പറയടി, അല്ലെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലും ഞാനെന്ന് എന്ന് പറഞ്ഞ് നിർത്താതെ തല്ലുവാണ്. അന്നേരം സുകുമാരി പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചിനെ തല്ലല്ലേ എന്ന്. അന്നേരം സുകുമാരി കിട്ടും കണക്കിന് കൊടുത്ത് സുകുമാരിയെ തള്ളി നിലത്തേക്ക് ഇടുവാണ് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് പറയണേ, വരണേ സൂര്യ, ഇവരെ ഇവിടെ നനങ്ങാൻ സമ്മതിക്കരുത്. അനങ്ങിയാലുണ്ടല്ലോ ഒറ്റ ചവിട്ടിനങ്ങ് കൊന്നേക്കും. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കിനെ വീണ്ടും തലങ്ങും വിലങ്ങും തല്ലുവാണ്. അന്നേരം രാധിക പറയണേ, മുത്തശ്ശി മതി, നിർത്തി മുത്തശ്ശി. അത് കേൾക്കുന്നതും മുത്തശ്ശി രാധികയോട് ദേഷ്യപ്പെടണേ, എന്താടി നിനക്ക് സങ്കടം വരുന്നുണ്ടോ? അനുജത്തിനെ വേദനിപ്പിക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ടോ നിനക്ക്? എന്നാലേ അതൊന്നും കണ്ട് എൻ്റെ മനസ്സ് അലിയാൻ പോകുന്നില്ല. നിന്റെ മുത്തശ്ശി കിടക്കുന്നത് കണ്ടില്ലേടി? മര്യാദക്ക് നീ സത്യം തുറന്നു പറഞ്ഞോ? ഞാനൊന്നും മൂളിയാൽ മതി. ഇവന്മാർ രണ്ടും കൂടി ചേർന്ന് ഇവിടെ വെച്ച് തന്നെ ഇവരെ കൊന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും. പിന്നെ നിൻ്റെ കാര്യം, നീ എൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സ തകർക്കാൻ നോക്കിയത്. നിന്നെ എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. നേരം വെളുത്താലും കുഴപ്പമില്ല, അതുവരെ നീ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കൊണ്ടിരിക്കും. മര്യാദക്ക് നീ സത്യം തുറന്നു പറയുന്നത് നല്ലത്. നിനക്ക് പഴയതൊന്നും ഓർമ്മയില്ലേടി? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ തല്ലിക്കിട്ട് അവശയായിട്ട് സഹിക്കാനാവാതെ പ്രിയങ്ക, ഞാൻ പറയാം, എന്നെ തല്ലല്ലേ, ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞ് എല്ലാം പറയാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്ക എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ അതെല്ലാം കേൾക്കുന്നതും സുകുമാരിനെയും പ്രിയങ്കേനെയും ജയഭാരതി അമ്മ ആ ചൂരൽ കൊണ്ട് തന്നെ തല്ലി പുറത്തേക്ക് ഇറക്കുവാണ്. അങ്ങനെ രണ്ടിനെയും പുറത്താക്കി വാതിലടക്കുവാണ്ടോ ജയഭാരതി. അങ്ങനെ വരുണിൻ്റെ അധികം പ്രിയങ്കയുടെ സുകുമാരിയുടെ ശല്യം എന്നേക്കുമായിട്ട് അവസാനിച്ചെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ റൂമിലിരിക്കുമായിരിക്കും. പെട്ടെന്ന് പുറത്തെന്തോ ഒച്ച കേട്ടിട്ട് വരുണിൻ്റെ അധികം ഡോർ തുറന്ന് റൂമിന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ഹോളിൽ സോഫയിൽ കാലുമേ കാലും കയറ്റി വെച്ച് ഇരിക്കുന്ന പ്രിയങ്കേനെയാണ്. അങ്ങനെ പ്രിയങ്ക രണ്ട് കൽപ്പിച്ച് അഭിനയമെല്ലാം നിർത്തി സ്വബോധത്തോടെ തന്നെ വീണ്ടും കണിമംഗലത്ത് അധികാരം ഉറപ്പിക്കാനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണെന്നാണ് ആയിരിപ്പൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് രാധിക രാത്രിയിൽ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അച്ഛനെ വിളിച്ച് പറയുവാണ് കേട്ടോ. അങ്ങനെ ദേവൻ രാധിക പറയുന്ന ആ കാര്യങ്ങളൊക്കെ കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്. ഈ സമയം യശോദ കാര്യങ്ങൾ തിരക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം യശോദയോടും ദേവൻ പറയുവാണ്. അങ്ങനെ അതെല്ലാം കേട്ട് യശോദ ചോദിക്കണേ, എൻ്റെ അമ്മേ, നമ്മുടെ അമ്മയ്ക്ക് ഇത്രയും ധൈര്യമോ? എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ദേവേട്ട? അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്